അസ്സലാമു അലൈക്കും. അബ്ദുള്ള വാസോടാന്ന്. സഹോദരന്മാരെ, ഞാൻ ഇതിലൊരു വീഡിയോ ഇപ്പോൾ ഉൾപ്പെടുത്തുകയാണ്. അത് എല്ലാ സഹോദരന്മാരും കാണണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രവാചകനെ നമ്മൾ കണ്ടിട്ടില്ല. പ്രവാചകൻ്റെ മറ്റ് വലിയ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ പ്രവാചകനെ നമ്മൾ കാണാതെ നമ്മൾക്ക് പ്രവാചകൻ്റെ ഹയാത്തിലൊന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ നമുക്ക് പ്രവാചകൻ്റെ റളാ ശരീഫിൽ പോകാനൊക്കെ ആഗ്രഹങ്ങളുണ്ട്. സ്വപ്നത്തിലൊന്ന് കാണുന്ന ആഗ്രഹങ്ങളുണ്ട്. ഒന്നും കാണുന്നില്ല. എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പോൾ ഈ സൗദി അറേബ്യയിലുള്ള മ്യൂസിയത്തിൽ കുറച്ച് അത്ഭുതമായ വസ്തുക്കളുണ്ട്. അത് പ്രവാചകൻ്റെ പിന്നെ വാള്, പിന്നെ തലക്കെട്ട്, പിന്നെ കാൽപാദം, പിന്നെ കട്ടിൽ, ജുബ്ബ, പിന്നെ അതുപോലെ തന്നെ തലമുടി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. കബറിടം, നബിൻ്റെ ഇന്നത്തെ കബറിടം, ഇതൊക്കെ ഇതിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നുള്ളത്. അപ്പോൾ എല്ലാ സഹോദരന്മാരും അത് കാണുക. എന്നിട്ട് മക്കത്തേക്ക് പോകാനും മദീനത്തേക്ക് പോകാനൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഡയറക്റ്റ് പോയിട്ട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പറയാൻ തൗഫീഖ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. കണ്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞ വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഇന്ന് സൗദി അറേബ്യയിൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ച വസ്തുക്കളാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കണ്ടാൽ പോരാ. നമ്മൾക്ക് അങ്ങനെ പ്രവാചകൻ്റെ ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ വലിയ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഈ വീഡിയോ കാണാനുള്ള കാരണം. അങ്ങനെ ഒരുപാട് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ സദാസമയവും പ്രാർത്ഥിക്കുക. ഹജ്ജിന് പോകാൻ വേണ്ടി ആഫിയത്തും ആരോഗ്യവും സാമ്പത്തിക ശേഷിക്ക് തരണമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോവുക. കഴിയുന്ന വേഗം ആരും നമ്മൾ സമയമില്ല വല്ല കാശില്ല എന്നിട്ട് ആരും നിൽക്കരുത്. കഴിയുന്നതും വേഗം പോയി ഉംറ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴിവുള്ളവർ അതിന് വളരെ കൂടുതൽ ഉത്സാഹിക്കണം. കാരണം നമ്മളെ മൗത്ത് ഏത് സമയത്ത് പറയാനൊന്നും പറ്റില്ലല്ലോ. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. സമയമില്ല, കാശില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങനെ നീട്ടി വെക്കരുത്. ഇതാണ് നമുക്കിതിൽ നിങ്ങളോട് പറയാനുള്ളത്. പ്രവാചകൻ്റെ കബറിടം മാത്രം കാണാനല്ല, ഉമർ റളിയല്ലാഹുവിൻ്റെ, അബൂബക്കർ സിദ്ദീഖിൻ്റെ, അവരൊക്കെ മദീനയിൽ അവരൊക്കെ അന്ത്യവിശ്രമം എല്ലാവരും 3 പേരും ഒരുമിച്ച് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നമുക്ക് മദീനത്തേക്ക് പോകാൻ നബിൻ്റെ റളാ ശരീഫ് കാണാനൊക്കെ ആഗ്രഹം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് എല്ലാവർക്കും ഹയാത്തിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അവിടെ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്, അസ്സലാമു അലൈക്കും യാ ഉമർ റളിയല്ലാഹ്, അസ്സലാമു അലൈക്കും യാ അബൂബക്കർ സിദ്ദീഖ് എന്ന് നമുക്ക് പറയാൻ മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പോകാനും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും അല്ലാഹു തആല നമ്മൾക്ക് ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.